നെക്സ്റ്റ് എൽ ഹോപ്പിറ്റൽസ് റൂൾ. നിങ്ങൾ ഓൾറെഡി ഡിഗ്രി ക്ലാസ്സുകളിൽ എൽ ഹോപ്പിറ്റൽസ് റൂളിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലുള്ള ലിമിറ്റ്സുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ അതിൻ്റെ തിയറി അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അവിടെ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിമിറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡുകളായിരിക്കും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. സോ നമുക്ക് ആ മെത്തേഡുകളുടെ എല്ലാം ബേസ് ആയിട്ടുള്ള തിയറം പഠിക്കാം. തിയറം 5.13. Suppose f and g are real and differentiable in open interval ab and g dash of x not equal to 0 for all x belongs to open interval ab. Suppose f dash of x by g dash of x tending to capital A as x tending to a. If f of x tending to 0 and g of x tending to 0 as x tending to a, or if g of x tending to infinity as x tending to a, then f of x by g of x tending to capital A as x tending to a. The analogous statement is also true if x tending to b or if g of x tending to minus infinity in a. അതായത് എഫും ജിയും ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിയൽ വാല്യൂ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 അതുപോലെ തന്നെ അസ്യൂം ചെയ്യുക എക്സ് ആ ഇൻ്റർവെല്ലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് എക്സ് ടെൻഡിങ് ടു എ ആയിരിക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുവെന്ന്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ടെൻഡിങ് ടു ക്യാപിറ്റൽ എ ആസ് എക്സ് ടെൻഡിങ് ടു എ. ഇത് അസ്യൂം ചെയ്യുക. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 0 അപ്രോച്ച് ചെയ്യുകയോ അതല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുകയോ ആണെങ്കിൽ എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ക്യാപിറ്റൽ എയിലേക്ക് അപ്രോച്ച് ചെയ്യും എന്നാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0. അതല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ആയിരിക്കും. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുള്ളത്. ഇവിടെ എക്സ് ടെൻഡിങ് ടു എ എന്നുള്ളതിന് പകരം എക്സ് ടെൻഡിങ് ടു ബി ആയാലും, അതുപോലെ തന്നെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള കണ്ടീഷനിൽ ജി ഓഫ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്നുള്ളതിന് പകരം ജി ഓഫ് എക്സ് ടെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി ആയാലും സെയിം റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ എന്നാണ്. അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ് ക്യാപിറ്റൽ എ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ. ദാറ്റ് ഈസ് എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ വെൻ എവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ വിത്ത് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി. ദെൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളതിനെ എ മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ എന്ന് റീറൈറ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് എഫ് ഡിഫൈൻഡ് ആയിട്ടുള്ളത് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലാണ്. സോ എ മൈനസ് ഡെൽറ്റ മുതൽ എ വരെയുള്ള വാല്യൂസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ വെൻ എവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. ഇതുപോലെ നമ്മൾ ചൂസ് ചെയ്ത എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്യുന്നു. 2 കേസായിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് അസ്യൂം ചെയ്യുക. അതായത് എ എന്നുള്ളത് പോസിറ്റീവ് ഇൻഫിനിറ്റി അല്ല, എ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് റിയൽ നമ്പറോ അതല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയോ ആയിരിക്കാം. ഈ കേസിൽ ഒരു റിയൽ നമ്പർ ക്യൂ ഇതുപോലെ ചൂസ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്തിട്ടുണ്ട്. ക്യൂ ഈക്വൽ ടു എ പ്ലസ് എപ്സിലോൺ ഇതുപോലെ ചൂസ് ചെയ്യുന്നു. ദെൻ എ പ്ലസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എ ആയതുകൊണ്ട് എ ലെസ് ദാൻ ക്യൂ ആയിരിക്കും. ദെൻ എ സ്ട്രിക്ട്ലി ലെസ് ദാൻ ക്യൂ ആയതുകൊണ്ട് ഡെൻസിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഡെൻസിറ്റി തിയറത്തിൽ പറയുന്നത് ഏത് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ നമ്പേഴ്സ് ചൂസ് ചെയ്താലും അതിൻ്റെ ഇടയിൽ ഒരു റാഷണൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ്. ഇവിടെ എയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഡെൻസിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എയുടെയും ക്യൂവിൻ്റെയും ഇടയിൽ ഒരു റാഷണൽ നമ്പർ r കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ദെയർ എക്സിസ്റ്റ് എ റാഷണൽ നമ്പർ r സച്ച് ദാറ്റ് എ ലെസ് ദാൻ ആർ ലെസ് ദാൻ ക്യൂ. ഇവിടെ എ ലെസ് ദാൻ ആർ ആണ്, അതുപോലെ തന്നെ ആർ ലെസ് ദാൻ ക്യൂ ആണ്. ക്യൂ ഈക്വൽ ടു എ പ്ലസ് എപ്സിലോൺ ആണ്.
സോ ആർ ഈക്വൽ ടു എ പ്ലസ് എപ്സിലോൺ 1 ഫോർ സം എപ്സിലോൺ 1 ഗ്രേറ്റർ ദാൻ 0 വിത്ത് എപ്സിലോൺ 1 ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ തന്നിട്ടുണ്ട് എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ക്യാപിറ്റൽ എയിലേക്ക് അപ്രോച്ച് ചെയ്യുമെന്ന്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ എന്ന് തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ആവാനുള്ള കണ്ടീഷൻ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെൻ എവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ. That is a minus epsilon less than f dash of x by g dash of x less than a plus epsilon whenever modulus of x minus a less than delta. That is a minus epsilon less than f dash of x by g dash of x less than a plus epsilon whenever a minus delta less than x less than a plus delta. ഇവിടെ എഫ് ഡിഫൈൻഡ് ആയിട്ടുള്ളത് ഓപ്പൺ ഇൻട്രവൽ എ ബിയിലാണ്. സോ എ മൈനസ് ഡെൽറ്റ മുതൽ എ വരെയുള്ള വാല്യൂസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്നും എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ വെൻ എവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ആയതുകൊണ്ട് ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ വെൻ എവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. ഇതെല്ലാ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിതുപോലെ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഓൾറെഡി ഒരു എപ്സിലോൺ 1 ഗ്രേറ്റർ ദാൻ 0 കിട്ടിയിട്ടുണ്ട്. ആർ ഈക്വൽ ടു എ പ്ലസ് എപ്സിലോൺ 1. അവിടെ നിന്നും ഒരു എപ്സിലോൺ 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എപ്സിലോൺ 1ന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ എ മൈനസ് എപ്സിലോൺ 1 ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ 1 വെൻ എവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. ദെൻ എ പ്ലസ് എപ്സിലോൺ 1ന് പകരം ആർ എന്ന് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ എ പ്ലസ് ഡെൽറ്റേനെ സി എന്ന് ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ആർ വെൻ എവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. ദെൻ ഓപ്പൺ ഇൻട്രവൽ എ സിയിലെ റിയൽ നമ്പർ എക്സ് ഫിക്സ് ചെയ്യുക. എക്സും സിയും ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ഡെൻസിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെയും സിയുടെയും ഇടയിൽ അറ്റ്ലീസ്റ്റ് 1 റാഷണൽ നമ്പറെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇൻ പർട്ടിക്കുലർ എക്സിൻ്റെയും സിയുടെയും ഇടയിൽ അറ്റ്ലീസ്റ്റ് 1 റിയൽ നമ്പറെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. So we can find y such that a less than x less than y less than c. ഫംഗ്ഷൻസ് എഫും ജിയും ഓപ്പൺ ഇൻട്രവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ആ രണ്ട് ഫംഗ്ഷൻസും ഓപ്പൺ ഇൻട്രവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ദെൻ എക്സ് ലെസ് ദാൻ വൈ ആകുന്ന വിധത്തിൽ ഓപ്പൺ ഇൻട്രവൽ എ സിയിൽ നിന്നും ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും ക്ലോസ്ഡ് ഇൻട്രവൽ എക്സ് വൈയിൽ എഫും ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ആ രണ്ട് ഫംഗ്ഷൻസും ഓപ്പൺ ഇൻട്രവൽ എക്സ് വൈയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സോ ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ടി ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രവൽ എക്സ് വൈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് ടി എന്ന് കിട്ടും. ടി എന്നുള്ളത് ഓപ്പൺ ഇൻട്രവൽ എക്സ് വൈയിലൊരു മെമ്പറാണ്. ഓപ്പൺ ഇൻട്രവൽ എക്സ് വൈ ഓപ്പൺ ഇൻട്രവൽ എ സിയുടെ ഒരു സബ്സെറ്റാണ്. സോ ടി ഓപ്പൺ ഇൻട്രവൽ എ സിയിലൊരു മെമ്പറാണ്. ടി ഓപ്പൺ ഇൻട്രവൽ എ സിയിലൊരു മെമ്പർ ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് ടി ബൈ ജി ഡാഷ് ഓഫ് ടി ലെസ് ദാൻ ആർ ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ എന്നുള്ളത് ലെസ് ദാൻ ആർ ആയിരിക്കും. എക്സ് ലെസ് ദാൻ വൈ ആകുന്ന വിധത്തിൽ ഓപ്പൺ ഇൻട്രവൽ എ സിയിൽ നിന്നും ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ലെസ് ദാൻ ആർ ആയിരിക്കും. സോ അവയുടെ ലിമിറ്റിംഗ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആയിരിക്കും. ദെൻ എക്സ് ടെൻഡിങ് ടു എ ആയിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും അപ്രോച്ചസ് ടു 0 ആണെന്ന് വിചാരിക്കുക. അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യുക. സോ എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈയിലേക്ക് അപ്രോച്ച് ചെയ്യും. ദെൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈകളുടെ ലിമിറ്റിംഗ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആയതുകൊണ്ട് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആയിരിക്കും. ആർ സ്ട്രിക്ട്ലി ലെസ് ദാൻ ക്യൂ ആയതുകൊണ്ട് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈ ലെസ് ദാൻ ക്യൂ ആയിരിക്കും. ഓപ്പൺ ഇൻട്രവൽ എ സിയിലെ ഏതൊരു റിയൽ നമ്പർ വൈ ചൂസ് ചെയ്താലും എയുടെയും വൈയുടെയും ഇടയിൽ ഒരു റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്ത് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈ ലെസ് ദാൻ ക്യൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. സോ വെൻ എവർ എ ലെസ് ദാൻ വൈ ലെസ് ദാൻ സി
എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈ ലെസ് ദാൻ ക്യൂ. ദെൻ നെക്സ്റ്റ് കേസായിട്ട് എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദെൻ ഇക്വേഷൻ 2-ൽ വൈ ഫിക്സ് ചെയ്യുക. വൈ ഫിക്സ്ഡ് ആയതുകൊണ്ട് ജി ഓഫ് വൈ ഒരു ഫിക്സഡ് റിയൽ നമ്പർ ആയിരിക്കും. എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന് ശേഷമുള്ള ഏതൊരു എക്സ് ചൂസ് ചെയ്താലും ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് വൈ ആയിരിക്കും. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. So we can find C1 belongs to open interval AC such that g of x greater than g of y and g of x greater than 0 for all x such that a less than x less than C1. കാരണം എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ജി ഓഫ് വൈ ഒരു ഫിക്സഡ് റിയൽ നമ്പറാണ്. സോ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം ജി ഓഫ് എക്സുകളെല്ലാം ഗ്രേറ്റർ ദാൻ ജി ഓഫ് വൈ ആയിരിക്കും. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ ഇതുപോലൊരു C1 കണ്ടുപിടിക്കുക എന്നുള്ളത് പോസിബിളാണ്. ദെൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C1 ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏതൊരു റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്താലും ജി ഓഫ് ഐ ലെസ് ദാൻ ജി ഓഫ് എക്സും ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും ആയതുകൊണ്ട് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദെൻ ഇക്വേഷൻ 2-ൻ്റെ രണ്ട് സൈഡും ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ക്യാൻസൽ ചെയ്ത് പോകും. റൈറ്റ് സൈഡിൽ ആർ ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആയിരിക്കും. സോ ഇക്വേഷൻ 2-ൻ്റെ രണ്ട് സൈഡും ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് കിട്ടും. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ ഇൻറ്റു 1 മൈനസ് ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ്. അതിൽ നിന്നും എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ മൈനസ് ആർ ഇൻറ്റു ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ പ്ലസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് മൈനസ് ആർ ഇൻറ്റു ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് whenever a less than x less than C1. ദെൻ വൈ ഫിക്സ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുക. എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് മൈനസ് ആർ ഇൻറ്റു ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. ആ ടൈമിൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആറിലേക്ക് അപ്രോച്ച് ചെയ്യും. ആറും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന് ശേഷമുള്ള ഏതൊരു എക്സ് ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ ആയിരിക്കും. സോ വി ക്യാൻ ഫൈൻഡ് എ C2 ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ AC1 സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ whenever a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C2. നമുക്ക് ഇക്വേഷൻ 3-ൽ കിട്ടിയിട്ടുണ്ട്. എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 0യിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈ ലെസ് ദാൻ ക്യൂ ഫോർ ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ വൈ ലെസ് ദാൻ സി. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു റിയൽ നമ്പർ സി കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് കിട്ടി. എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ ഫോർ ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C2. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു റിയൽ നമ്പർ C2 ഓപ്പൺ ഇൻ്റർവൽ A,C1ൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ C2 ലെസ് ദാൻ C1ഉം C1 ലെസ് ദാൻ Cയും ആയതുകൊണ്ട് ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കമ്പൈൻ ചെയ്യുമ്പോൾ ഇഫ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു 0 ആൻഡ് ജി ഓഫ് എക്സ് അപ്രോച്ചസ് ടു 0 വെൻ എക്സ് അപ്രോച്ചസ് ടു എ ഓർ ഇഫ് ജി ഓഫ് എക്സ് അപ്രോച്ചസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വെൻ എക്സ് അപ്രോച്ചസ് ടു എ we can find C2 such that f of x by g of x less than q whenever a less than x less than C2. a less than C2 ആയതുകൊണ്ട് C2 equal to a plus delta 1 for some delta 1 greater than 0. Then second കേസിൽ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് അസ്യൂം ചെയ്യുക. അതായത് എ മൈനസ് ഇൻഫിനിറ്റി അല്ല, ഏതെങ്കിലും ഫൈനൈറ്റ് റിയൽ നമ്പറോ അതല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഫിനിറ്റി. ടേക്ക് പി ഈക്വൽ ടു എ മൈനസ് എപ്സിലോൺ. പി ലെസ് ദാൻ എ ആയതുകൊണ്ട് പ്രീവിയസ് കേസിലുള്ളതുപോലെ പ്രൊസീഡ് ചെയ്യുമ്പോൾ പി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് വിത്ത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C3. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു റിയൽ നമ്പർ C3 കണ്ടുപിടിക്കാൻ സാധിക്കും. എ ലെസ് ദാൻ C3 ആയതുകൊണ്ട് C3 ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ 2 ഫോർ സം ഡെൽറ്റ 2 ഗ്രേറ്റർ ദാൻ 0.
Now choose delta equal to minimum of delta 1 comma delta 2, then delta greater than 0 ആയിരിക്കും. a less than x less than a plus delta. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏതൊരു റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ ആയിരിക്കും. അതുപോലെ പി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സും ആയിരിക്കും. സോ പി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ വെൻ എവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. പി ഈക്വൽ ടു എ മൈനസ് എപ്സിലോണും ക്യൂ ഈക്വൽ ടു എ പ്ലസ് എപ്സിലോണും ആയതുകൊണ്ട് എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ വെൻ എവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. That is modulus of f of x by g of x minus a less than epsilon whenever modulus of x minus a less than delta and x belongs to open interval a b, which implies limit x tending to a f of x by g of x equal to capital A. That is f of x by g of x approaches to capital A when x approaches to a. ഇതാണ് നമുക്ക് എൽ ഹോപ്പിറ്റൽസ് റൂളിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.